ഇതൊരു നോർമൽ 5.1 ആംപ്ലിഫയർ ആണ്. ജീടെക്കിൻ്റെ നോർമൽ 5.1 റിമോട്ട് കിറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണ എല്ലാ ആംപ്ലിഫയറും ചെയ്യാറുള്ള പോലെ തന്നെ മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ തന്നെ ഒരു വേവ് മീറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ അനുസരിച്ചുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വേവ് മീറ്ററിൻ്റെ LED-കളും ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൽ സ്പീക്കർ ചാനൽസിന് 20 വാട്ട്സ് RMS വീതവും സബ്വൂഫർ ഔട്ട്പുട്ട് 200 വാട്ട്സ് RMSും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പീക്കർ സോക്കറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 4 ഓക്സിലറി ഇൻപുട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളുടെ പക്കൽ ഒരു ആക്റ്റീവ് സബ്വൂഫറാണ് ഉള്ളതെങ്കിൽ അതിൽ കണക്ട് ചെയ്യാനായി സബ്വൂഫർ പ്രീ ഔട്ടിൻ്റെ ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ ചാനൽസിലും ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കൺട്രോൾസും സബ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസും ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇതിൽ സബ്വൂഫർ ചാനലിന് വേണ്ടിയിട്ട് 50 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 8 കപ്പാസിറ്ററുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ ചാനൽസിന് വേണ്ടിയിട്ട് 25 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 2 കപ്പാസിറ്ററുകളും കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് കറക്റ്റ് ആക്കാനും ഓവർ വോൾട്ടേജ് തടയാനും റെഗുലേറ്റിംഗ് IC വഴിയാണ് എല്ലാ ബോർഡിലേക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് 2 ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞ് വൈൻഡ് ചെയ്യിക്കുന്ന ട്രാൻസ്ഫോർമർ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. ഇതിൽ 5 ചാനൽ ബോർഡായിട്ട് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ TDA 2030 IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു 5.1 സ്പീക്കർ പ്രൊഡക്ഷൻ ബോർഡും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ സ്പീക്കർ ചാനൽസിലും ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് പവർ ട്രിക്കിൻ്റെ 3 ബാസ് ട്രബിൾ ബോർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പവർ ട്രിക്കിൻ്റെ നല്ല ക്ലീൻ വോക്കലും നല്ല ഓഡിയോ ക്ലാരിറ്റിയും കിട്ടുന്ന ഒരു ബാസ് ട്രബിൾ ബോർഡാണിത്. ജീടെക്കിൻ്റെ ഒരു നോർമൽ 5.1 റിമോട്ട് കിറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഫിൽട്ടർ ബോർഡായിട്ട് വിന്നർ എന്നൊരു കമ്പനിയുടെ സബ് ഫിൽട്ടർ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ആംപ്ലിഫയർ ബോർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് IRF 240 9040 പെയറായി വരുന്ന മോസ്ഫെറ്റിൻ്റെ ബോർഡാണ്. 200 വാട്ട്സ് ഔട്ട്പുട്ടാണ് ഈ ബോർഡിൽ നിന്നും കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.